പത്തനംതിട്ടയിൽ 16-കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസ് അട്ടിമറിക്കാൻ പല പോലീസ് ഉന്നതരും ഇടപെട്ടതാണ്. കേസിലെ പ്രതിയായ അഭിഭാഷകൻ നൌഷാദ് തോട്ടത്തിലിനെ രക്ഷിക്കാൻ സഹായങ്ങൾ ചെയ്തു. പരാതിയുമായി എത്തിയ പെൺകുട്ടിക്കും കുടുംബത്തിനും നീതി നിഷേധിക്കപ്പെട്ടു. പോലീസിനെ പ്രതിക്കൂട്ടിലാക്കിയ പോക്സോ കേസ് അട്ടിമറിയിൽ ശക്തമായ നടപടിക്ക് ഒരുങ്ങുകയാണ് ആഭ്യന്തര വകുപ്പ്. തിരുവല്ല ഡിവൈഎസ്പി നന്ദകുമാർ, ആറന്മുള CI പ്രവീൺ എന്നിവർക്കെതിരെയാണ് നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുള്ളത്. പോലീസിന്റെ അന്തസ്സ് കളങ്കപ്പെടുത്തുന്ന രീതിയിൽ കേസ് അട്ടിമറിച്ചുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി സ്വീകരിക്കുന്നത്. പതിനാറുകാരിയായ പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ച കേസിലെ പ്രതിയായ ഹൈക്കോടതി അഭിഭാഷകൻ നൌഷാദ് തോട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാതെ ഗുരുതര വീഴ്ച വരുത്തിയതിനാണ് തിരുവല്ല DSP നന്ദകുമാർ, ആറന്മുള CA പ്രവീൺ എന്നീ ഉദ്യോഗസ്ഥർക്കെതിരെ പ്രത്യേക അന്വേഷണത്തിനും നടപടിക്കും ആഭ്യന്തര വകുപ്പ് ശുപാർശ നൽകിയത്. കേസിലെ പ്രതി അറസ്റ്റ് ചെയ്യാൻ സാഹചര്യമുണ്ടായിട്ടും നടപടിയെടുക്കാതെ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതിനാണ് നടപടിക്ക് ശുപാർശ ചെയ്തത്. കേസ് ആദ്യം അട്ടിമറിച്ച കോന്നി പോലീസ് സ്റ്റേഷനിലെ DSP ആയിരുന്ന രാജപ്പൻ റാവുത്തറെയും CI ശ്രീജിത്തിനെയും മുൻപ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു. പെൺകുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലും ആഭ്യന്തര വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ടിലും CWCക്ക് വീഴ്ച പറ്റിയതായി കണ്ടെത്തിയിരുന്നു. തുടർന്ന് പത്തനംതിട്ട CWC ചെയർമാനെയും സസ്പെൻഡ് ചെയ്തു. പെൺകുട്ടി പീഡനത്തിനിരയായ കേസിൽ പ്രതിയായ അഭിഭാഷകന് അനുകൂലമായി ഉദ്യോഗസ്ഥർ കേസ് അട്ടിമറിച്ചത് ഗൗരവമുള്ളതാണെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ കണ്ടെത്തൽ. പോലീസിന്റെ ഇത്തരം വീഴ്ചകൾ പ്രതിയായ ഹൈക്കോടതി അഭിഭാഷകന് അനുകൂലമായി അറസ്റ്റ് തടഞ്ഞുള്ള ഇടക്കാല ഉത്തരവ് കിട്ടാൻ വഴിയൊരുക്കിയതായും കണ്ടെത്തിയിട്ടുണ്ട്. ഒരു അന്വേഷണം കൂടി നടത്തിയ ശേഷമായിരിക്കും നടപടി ഉണ്ടാവുക. ചൈത്ര തെരേസ ജോൺ IPS അന്വേഷണ ചുമതല. News 18 പത്തനംതിട്ട. കുടുംബജീവിതമായി